സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് എജ്യൂപ്ലിസിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജി ചാപ്റ്റർ 26 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ. അതായത് ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഗ്രാമീണരായിട്ടുള്ള വിഭാഗങ്ങളെക്കുറിച്ചും കൂടാതെ നഗരങ്ങളിൽ വസിക്കുന്നവരെക്കുറിച്ചും. ഇത്തരത്തിൽ 3 രീതിയിൽ ജീവിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പം ആദ്യം നമ്മൾ പറയുന്നത് ട്രൈബൽ സൊസൈറ്റി അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ സൊസൈറ്റി ഹാസ് ബീൻ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. ആൻഡ് വൺ ഓഫ് ദം ഈസ് ട്രൈബൽ സൊസൈറ്റി. അതിലൊന്നാണ് ഈ ഒരു ഗോത്ര വിഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ഗോത്ര വിഭാഗങ്ങൾ ഇവരൊരു ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നുണ്ട്, പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുകയും പൊതുവായൊരു ഭാഷ സംസാരിക്കുകയും വിവാഹം, തൊഴിൽ മേഖല അല്ലെങ്കിൽ തൊഴിൽ എന്നിവയിൽ പൊതുവായ കീഴ്വഴക്കങ്ങൾ പരമ്പരയായി പിന്തുടർന്ന് പരസ്പര ധാരണയും അംഗീകാരവുമുള്ള ഒരു വ്യവസ്ഥ എന്ന നിലയിൽ വികസിക്കുകയും അങ്ങനെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന കുടുംബങ്ങളുടെയോ കുടുംബ സംഘങ്ങളുടെയോ ഒരു കൂട്ടമാണ് ഗോത്രം. അപ്പോൾ ഇത് എൻ്റർലി ഒരു ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്, ട്രൈബൽ സൊസൈറ്റി. ഇൻ സിമ്പിൾ ടേംസിൽ നമുക്ക് എന്താ പറയുന്നത്, അതായത് പൊതുവായൊരു മേഖലയിൽ അധിവസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പൊതുവായിട്ടുള്ള ഭാഷ സംസാരിക്കുകയും അതിനെ പുലർത്തിക്കൊണ്ട് പോകുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മൾ ഗോത്രവർഗ്ഗക്കാരെന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ കൺസിഡേർഡ് ടു ബി സോഷ്യോ എക്കണോമിക്കലി ബാക്ക്വേർഡ്. എന്താണ്, സമൂഹത്തിൽ താഴെക്കിടയിൽ വരുന്ന ആളുകളാണ് ഈ ഒരു ഗോത്രവർഗ്ഗക്കാർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം, ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഫൈനൽ എക്സാമിൻ്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ട്രൈബൽ സൊസൈറ്റി എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ട്രൈബൽ സൊസൈറ്റി, ഗോത്രവർഗ്ഗക്കാരുടെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ 7ഓളം ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 7ഓളം ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 മാർക്കിനാണോ ചോദിക്കുന്നത്. അപ്പോൾ ഇതിന്ന് മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഐക്യരൂപമുള്ള വംശീയ വിഭാഗമാണ്. എന്താണ് ഈ ഒരു ഐക്യരൂപമുള്ള വംശീയ വിഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ രക്തബന്ധം പോലുള്ള സമാനതകൾ വരുന്നുണ്ട്. കൂടാതെ ഇവരെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, അവരുടെയൊക്കെ ശരീരപ്രകൃതി അത്തരത്തിലുള്ള ഒരു ഐക്യം കാണിക്കുന്നുണ്ട്. അപ്പം കൂടാതെ ഇവരുടെ രീതികളൊക്കെ ഈ ഒരു ഗോത്ര വിഭാഗക്കാർ കർശനമായിട്ടുള്ള രീതികൾ പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എന്താണ്, ഒരു ശക്തമായിട്ടുള്ള ഐക്യബോധവും കൂട്ടായ്മയും കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് വിശദീകരിക്കുന്നത്, ഐക്യരൂപമുള്ള വംശീയ വിഭാഗം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം, പൊതുവായ ഒരു ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അറിയാവുന്ന വ്യക്തിത്വം. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗോത്ര വിഭാഗങ്ങളിൽ തന്നെ പലതരത്തിലുള്ള ഗോത്രങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഗോത്രമാണെന്ന് വിചാരിക്കരുത്, പല വിഭാഗങ്ങളുണ്ട് ഗോത്രങ്ങളിൽ തന്നെ. അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും തങ്ങളുടേതായിട്ടുള്ള ഭാഷയും വിശേഷിപ്പിക്കാവുന്ന സംസ്കാരപരമായിട്ടുള്ള രീതികളും അവരുടെ ആചാരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ജനതയെ മറ്റ് സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ആചാരങ്ങളൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആധുനിക സമൂഹത്തെ വെച്ച് നോക്കുന്നതാണെങ്കിൽ അപ്പോൾ ഈ ഒരു ഗോത്ര വിഭാഗക്കാർ വേറിട്ട് നിൽക്കുന്നത് ഇവരുടെ തന്നെ വിശ്വാസങ്ങളും ഇവർക്കൊക്കെ വസ്ത്രധാരണ രീതികളൊക്കെ നമ്മളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് അല്ലേ. കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണശീലം ആയിരിക്കില്ല ഇവരുടേതും, ഇവരുടെ ഭക്ഷണശീലം എൻ്റർലി ഡിഫറെൻ്റാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വിശ്വാസങ്ങൾ, വസ്ത്രധാരണം, ഭക്ഷണശീലം മുതലായവയാണ് ഇവരുടെ പ്രത്യേകതകൾ. അതുകൊണ്ടാണ് രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരു പൊതുവായ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചറിയാവുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം, പ്രാകൃതമായ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്, പ്രാകൃതമായ സാങ്കേതിക വിദ്യയെ. അപ്പം ഇവിടെ ഇന്നും ഈ ഒരു ഗോത്രവർഗ്ഗക്കാർ കൂടുതലും പുരാതന രീതിയിൽ തന്നെയാണ് അതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് അവർ പുരാതന രീതിയിലാണ് കൃഷി ചെയ്യുന്നത്, വേട്ടയാടുന്നത്, പിന്നെ ആണെങ്കിൽ മത്സ്യബന്ധനമൊക്കെ നടത്തുന്നത്. അപ്പം പുരാതന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ശിലായുഗത്തിലെ പോലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കല്ലുകൊണ്ടോ അങ്ങനത്തെ ആ ഒരു ടിപ്പിക്കൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ പല കാര്യങ്ങളും ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു പ്രാകൃത ജീവിതമാണ് നയിക്കുന്നതെന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് മൂന്നാമത്തെ പോയിന്റ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പം ഒരു മത്സ്യബന്ധനത്തിൽ തന്നെ ഇപ്പം കുറച്ചധികം ഡെവലപ്ഡ് ആയില്ലേ, പല ഇന്നോവേഷൻസ് നടത്തിയിട്ട് പല കാര്യങ്ങളും വെച്ചിട്ട് നമ്മളിപ്പം GPS ഒക്കെ ഘടിപ്പിച്ചിട്ട് എവിടെയാണ് മത്സ്യങ്ങൾ കൂടുതലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടെത്തിയിട്ടൊക്കെയാണ് നമ്മളത് മീൻ പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ കേസിൽ നോക്കുന്നതാണെങ്കിൽ ഇവർ ഇതൊന്നല്ല യൂസ് ചെയ്യുന്നത്. അവർ മുൻപേ എങ്ങനെയായിരുന്നു ഈ ഒരു മത്സ്യബന്ധനത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഉപകരണങ്ങൾ, അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കൃഷിയുടെ കാര്യം നോക്കുന്നതാണെങ്കിൽ അതേപോലത്തെ മെത്തേഡാണ്. ഇപ്പോഴത്തെ പോലെ ട്രാക്ടറോ മറ്റു കാര്യങ്ങളോ അവർ കൈയോടെയാണ് നടുന്നതെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്, ആ ഒരു പ്രാകൃതമായിട്ടുള്ള സാങ്കേതിക വിദ്യ തന്നെയാണ് അവർ ഇന്നും ആശ്രയിക്കുന്നതെന്നാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. ഭാഷയ്ക്ക് ലിപിയില്ല. എന്തുകൊണ്ടാണ് ഭാഷയ്ക്ക് ലിപിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോയിന്റ് വരുന്നത്? അതായത് ഇവരുടെ പല വിഭാഗങ്ങൾക്കും ആ ഭാഷയ്ക്ക് ലിപി വരുന്നില്ല കേട്ടോ. ലിപി വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, അത് എഴുതാൻ പറ്റുന്നില്ല എന്ന്. അതായത് അവരുടെ ഒട്ടുമിക്ക കാര്യങ്ങളും അവർ വായിച്ച് പഠിക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് അവരുടെ കമ്മ്യൂണിക്കേഷന് പോസിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതവർ കേട്ട് പഠിക്കുകയാണ്. ഒരു കുട്ടി ബോൺ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഗോത്രവർഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അത് ഇങ്ങനെ വായിച്ച് പഠിക്കുന്നൊന്നുമല്ല, അവരുടെ പാരൻസ് പറയുന്നത് കേട്ട് പഠിക്കുകയാണ്. പിന്നീട് ആ ഒരു കുട്ടിയും വലുതാകുമ്പോഴും ഇങ്ങനെ കേട്ട് പഠിക്കുകയാണ്. ഇവർ പ്രത്യേകിച്ചൊന്നും എഴുതി വെക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷയ്ക്ക് ലിപി വരുന്നില്ല. നമ്മളിപ്പോൾ മലയാളമാണെങ്കിൽ മലയാളം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ, മലയാളത്തിൽ എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർ പറയുന്ന ഭാഷയ്ക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. ഒരു പ്രത്യേക മേഖലയിൽ അധിവസിക്കുന്നു ആണല്ലേ. നമ്മുടെ ഭാഗങ്ങളിലാണോ ഒരു ഗോത്രവർഗ്ഗക്കാർ കൂടുതൽ എവിടെയാണ് കാണപ്പെടുന്നത്? അവരുടെ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നത് കാടിൻ്റെ പ്രദേശത്ത് അല്ലേ, കാട്ടിൻ്റെ ഉള്ളിലൊക്കെ എല്ലായിരുന്നു അവർ കൂടുതൽ നിൽക്കുന്നത്. അതായത് അവരുടെ ജീവിത രീതി പ്രകൃതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവർ കാടുകൾ, മലനിരകൾ, താഴ്വാരങ്ങൾ എന്നീ പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് സാന്നിധ്യം അറിയിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇവരെ കാണാൻ പറ്റുന്നത്. അതിനാൽ തന്നെ ഇവരെ സ്വതന്ത്രമായി താമസിക്കുന്ന സ്ഥലങ്ങൾ അവർക്കൊരു പ്രത്യേക സംരക്ഷിത പ്രദേശങ്ങളായിട്ട് മാറിയിരിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേക മേഖലയിൽ അധിവസിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈദഗ്ധ്യ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവമുണ്ട്. എന്താണ് വൈദഗ്ധ്യ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ തൊഴിൽ വിഭജനം ഉണ്ട് അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പാരൻറ്റ് ഒരു പർട്ടിക്കുലർ ജോബ് ഉണ്ടാവും. അദ്ദേഹത്തിന് ഇപ്പം എക്സാമ്പിളിൽ നമ്മളിപ്പോൾ ഒരു സ്വർണ്ണ പണിക്കാരനാണെങ്കിൽ ഗോൾഡ് സ്മിത്ത് അല്ലേ, അവർ ആ ഒരു സ്വർണ്ണ പണിയാണ് ചെയ്യുന്നത്. അവർക്ക് ആ ഒരു തൊഴിൽ മാത്രമേ അറിയുള്ളൂ. കൂടുതലായിട്ടും അവർ അതിന് മാത്രമേ എക്സ്പെൽ ചെയ്യാൻ നോക്കത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും മറ്റുള്ള ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കേസിൽ നോക്കാന്നുണ്ടെങ്കിൽ വൈദഗ്ധ്യ തൊഴിൽ വിഭജനം വരുന്നില്ല. അതായത് ഒരാൾ ഒന്നിലധികം ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ കൃഷിയും വേട്ടയാടലും മത്സ്യബന്ധനം ഒക്കെ ഒരാൾ തന്നെ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് വൈദഗ്ധ്യ തൊഴിൽ വിഭജനത്തിൻ്റെ അഭാവമുണ്ടെന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ പോയിന്റ് നോക്കാം. വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തി ഉണ്ടെന്ന്. എന്താണ് ഇവിടെ ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി ഉണ്ടെന്ന് ഇവർ പറയാൻ കാരണം? അതായത് നിങ്ങൾ പലപ്പോഴും പല ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഗോത്ര വിഭാഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഫിലിംസിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇംഗ്ലീഷിൽ എടുക്കാന്നുണ്ടെങ്കിൽ അപ്പോകാലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കൂടുതലും ഈ ഒരു ഗോത്ര വിഭാഗങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ലാംഗ്വേജ് ഉണ്ട്. അവരുടെ വസ്ത്രധാരണ രീതി തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ആ ഒരു പ്രാകൃത രീതിയിലാണ് അവർ ആ ഒരു ഫിലിമിൽ ഉള്ളത്. അതേപോലെ തന്നെ അവരുടെ ഈ ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി അത് വ്യക്തമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ ഒരു സമൂഹത്തിനുള്ളിൽ ഒരു നിശ്ചിതമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. അപ്പം ഈ ഒരു നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നത് ഒരു മുഖ്യൻ അല്ലെങ്കിൽ ഗ്രാമമുഖ്യൻ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഒരു കൗൺസിൽ ഓഫ് എൽഡേഴ്സ്. അതായത് ആ ഒരു ഗോത്ര വിഭാഗങ്ങളിലെ ഏറ്റവും മുതിർന്നവരായിട്ടുള്ള മനുഷ്യർ അവരായിരിക്കും ആ ഒരു രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നല്ല ആ ഒരു സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഒക്കെ. അപ്പം ഇതുകൊണ്ട് തന്നെ ഈ വിധത്തിലുള്ള നേതൃത്വവും പരിധിയും അതിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ ഘടനയുടെ ഭാഗമായിട്ട് തീരുന്നുണ്ട്. അതുകൊണ്ടാണ് ഏഴാമത്തെ പോയിന്റ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, വ്യക്തമായി നിർവചിക്കപ്പെട്ട രാഷ്ട്രീയ അതിർത്തി ഉണ്ടെന്ന്. ഇനി ഇവർ നേരിടുന്ന പ്രോബ്ലംസ്, ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവാം, വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ് ട്രൈബൽ സൊസൈറ്റി. അപ്പോൾ അല്ലെങ്കിൽ വേറെ നമുക്ക് പറയാം, വാട്ട് ആർ ദ മേജർ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദി
ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്. അങ്ങനെ 2 തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക കേട്ടോ. ഒന്ന് വരുന്നത് വാട്ട് ആർ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ട്രൈബൽ സൊസൈറ്റി എന്ന്, അല്ലെങ്കിൽ വാട്ട് ആർ ദ മേജർ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. എന്നിരുന്നാലും ഇതിൻ്റെ പ്രോബ്ലംസോ ചലഞ്ചസ് ആണെങ്കിൽ കൂടെ എന്താണ് ഇതൊക്കെ ഇനിയിപ്പം പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. അത് മാർക്കിനനുസരിച്ചാണ് കേട്ടോ അത് നിങ്ങൾ അവിടെ എഴുതി ഫലിപ്പിക്കേണ്ടത്. ഫസ്റ്റ് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒറ്റപ്പെടൽ മൂലമുള്ള പ്രശ്നങ്ങൾ. അതായത് നമുക്കറിയാം ഇവരൊരു വാസസ്ഥലം ഉണ്ടല്ലേ, അവർക്ക് അവിടെ മാത്രമാണ് അവർ അധിവസിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഗോത്രവർഗ്ഗങ്ങൾ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ്. ഭൗതികമായും സാമൂഹികമായുമുള്ള ഒറ്റപ്പെടൽ മറ്റ് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായി. അപ്പോൾ എന്താണ്, ഭൂമിശാസ്ത്രപരമായിട്ട് അവർ ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് അവിടെ നിന്നിട്ട് നമ്മുടെ ഈ ഒരു സമൂഹത്തിലേക്ക് വരുമ്പോഴാണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് അവർ ഒറ്റപ്പെട്ടത് കൊണ്ട് തന്നെ അത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. അതിന് താഴെ പറയുന്ന കാര്യങ്ങളും അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സാംസ്കാരികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ഈ ഒരു ഗോത്ര സംസ്കാരം, ഈ ഗോത്രവർഗ്ഗക്കാർക്കിടയിലുള്ള സംസ്കാരം ഉണ്ടല്ലോ, അത് നമ്മളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതാണ് ഇവിടെ ഗോത്രേതര ജനങ്ങൾ എന്ന് പറയുന്നത്. ആരാണ്? നമ്മുടെ ആധുനിക മനുഷ്യർ, അതായത് ഇന്നത്തെ നമ്മൾ അല്ലെ, ഒന്നെങ്കിൽ നഗരത്തിൽ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ ഗ്രാമത്തിൽ ജീവിക്കുന്നവരിൽ നിന്നും എന്താണ് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇവരുടെ സംസ്കാരം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് അതിൽ സംസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് അവരുടെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, മനോഭാവങ്ങളൊക്കെ, ഇതൊക്കെ നമ്മളിൽ നിന്നും തീർത്തും വ്യത്യസ്തവുമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയാതെയും വരുന്നുണ്ട്. അതാണ് സാംസ്കാരികപരമായിട്ട് വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്. ഇനി സാമൂഹ്യ പ്രശ്നത്തിൽ ഇവർ നേരിടുന്ന, സാമൂഹ്യപരമായിട്ട് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് ഈ ഗോത്രവർഗ്ഗക്കാർ? അതിലൊന്ന് വരുന്നത് നിരക്ഷരതയാണ്. നിരക്ഷരത എല്ലാവർക്കും അറിയാമല്ലേ, ഈ ഒരു കാട്ടിലൊക്കെ ജീവിക്കുന്നതിനെ കൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. അപ്പം ഇത് സമൂഹത്തിൽ പിന്നോക്ക അവസ്ഥയിലേക്ക് ഇവരെ നയിക്കുന്നുണ്ട്. സോഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയിരിക്കും ഇത്തരത്തിലുള്ള ഗോത്രവിഭാഗങ്ങൾ. ഇനി രണ്ടാമത് വരുന്നത് ആരോഗ്യവും പോഷക ആഹാരവുമാണ്. അതായത് നമുക്കറിയാം പൊതുവെ ഇവർ ഇത്തരക്കാർ ആരോഗ്യവാന്മാരാണ്, പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പം കൂടുതലും അണുബാധ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്കും രോഗം പിടിപെടാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പം ഇവിടെ ഇവർക്ക് എന്താണ് വരുന്നത്, അങ്ങനെ രോഗം പിടിപെടുന്നതാണെങ്കിൽ അനാരോഗ്യം വരുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ ഇതിൽ നിന്ന് നമുക്ക് പോഷകാഹാരക്കുറവ് ഇത്തരം വർഗ്ഗക്കാരിൽ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവർ ഈ ഒരു ആരോഗ്യ മേഖലയിൽ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒന്ന് നിരക്ഷരത വരുന്നുണ്ട്, രണ്ടാമത് വരുന്നത് ആരോഗ്യവും പോഷക ആഹാരത്തിൻ്റെയും ദൗർലഭ്യമാണ് കേട്ടോ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സാമ്പത്തികപരമായിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സാമ്പത്തികപരമായിട്ട് കൂടുതലായിട്ടും ഇവർ എന്താണ് പിന്നോക്കം നിൽക്കുന്ന സമൂഹമാണ് അല്ലേ ഗോത്രവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. ഇവരുടെ ഭക്ഷണ രീതി എന്തൊക്കെയാണ്? വേട്ടയാടൽ, മീൻപിടുത്തം ഒക്കെയാണ് ഇവരുടെ ഉപജീവന മാർഗങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒന്ന് വരുന്നത് ദാരിദ്ര്യവും കടബാധ്യതയുമാണ്. അപ്പം ഇവർക്ക് കൂടുതലും ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തോട് തന്നെ കടബാധ്യതയുണ്ട്. അതിൻ്റെ മുഖ്യ കാരണം എന്താണ്? അതായത് ഇവരൊക്കെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണ്. കാരണം അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഒരു നല്ല രീതിയിലേക്കുള്ള സെല്ല് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് ഇവർ എത്തിപ്പെടുന്നില്ല. ജസ്റ്റ് അവർ ഉൽപ്പാദിക്കുന്ന കാര്യങ്ങൾ അവർ തന്നെ അന്നുള്ള അന്നത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് അതിൽ നിന്ന് വരുമാനം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യവും കടബാധ്യതയും തന്നെയാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരമായ വിപണിയുടെ അഭാവം. അതായത് ഇവരെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അതിന് വേണ്ടിയിട്ട് എന്താണ്, അത് വിൽക്കാനുള്ള ഒരു കമ്പോളം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ അത് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംവിധാനം ആ ഒരു ഗോത്ര മേഖലയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലയും ലഭിക്കുന്നില്ല. അതാണ് നമ്മുടെ സ്ഥിരമായ വിപണിയുടെ അഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ വേറെ ഒരു പോയിന്റ് വരുന്നത് തൊഴിലില്ലായ്മയും ജോലി സ്ഥിരത ഇല്ലായ്മയുമാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഗോത്രവർഗ്ഗക്കാരിൽ കുറച്ച് മുൻപേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ് ഇവരുടെ തൊഴിൽ വൈദഗ്ധ്യം അല്ലെ, തൊഴിൽ വിഭജനം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ ഒരാൾ തന്നെ പലതരത്തിലുള്ള തൊഴിലുകൾ എടുക്കും. അപ്പം ഒരു പ്രത്യേകിച്ചുള്ള തൊഴിൽ ഒരാൾക്കായിട്ട് അങ്ങനെ ഇല്ല.
അപ്പം ഇവർക്ക് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തൊഴിലില്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ജോലി സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതും അവരെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്നുണ്ട് നല്ല തോതിൽ. ഇനി ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ് വരുന്നത്. അപ്പം നമുക്കറിയാം ഇവരെന്താണ് ഗോത്രവർഗ്ഗക്കാരാണ് അല്ലേ. ഇപ്പം ഏതെങ്കിലും ഗോത്രത്തിലൊക്കെ വന്നാലായി ആ ഒരു ബാങ്കിങ് സൗകര്യമൊക്കെ, അല്ലാതെ കൂടുതലായിട്ട് ബാങ്കിങ് സൗകര്യം നമുക്ക് പെട്ടെന്ന് എന്താണ് മണി ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് ഇപ്പം GP കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ കയ്യിൽ മണി കൊണ്ട് നടക്കുന്നില്ല അല്ലേ, ഫുള്ള് ഫോണിലൂടെ നമ്മൾ അത് അങ്ങോട്ടേക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുകയാണ്. അപ്പം അല്ലെങ്കിലും ഇവർക്ക് അതുകൊണ്ട് തന്നെ സ്വകാര്യ പണമിടപാടുകൾക്കും മറ്റുമായിട്ട് എന്താണ് ഈ ഒരു ഇതിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്കിങ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ഇവരെ കൂടുതലായിട്ട് സാമ്പത്തിക മേഖലയിൽ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇനി അവസാനമായിട്ട് ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഗോത്രവർഗ്ഗങ്ങളുടെ മതസങ്കല്പം അങ്ങേയറ്റം പ്രാകൃതമാണ്. ഗോത്രവർഗ്ഗക്കാർ ഹിന്ദു മതത്തിലേക്കും ക്രിസ്തു മതത്തിലേക്കും മതം മാറിയപ്പോൾ അവർ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. ഇത് ദീർഘകാലമായി തലമുറയായി പിന്തുടരുന്ന കൂട്ടായ്മ ഇല്ലാതാക്കി. അപ്പോൾ നമുക്കറിയാം ഗോത്രവർഗ്ഗക്കാരിൽ അവർ എന്താണ് പ്രാകൃതരായിട്ട് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ തന്നെയാണ് അല്ലേ. അവരുടെ ഒരു പ്രത്യേക സ്ഥലത്ത് അധിവസിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു ഗോത്രവർഗ്ഗക്കാർ. പിന്നീടുള്ള യുഗങ്ങളിലേക്ക് എന്താണ് ഇവിടത്തേക്ക് ഗോത്രവർഗ്ഗക്കാർക്കിടയിലേക്ക് ഹിന്ദു ക്രിസ്തു മതങ്ങൾ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു മതം, രണ്ട് മതങ്ങൾ അവിടെ എൻ്റർ ചെയ്യുമ്പോൾ, ഒരു സമൂഹത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഒബ്വിയസ്ലി നമ്മൾ എന്താണ് അതൊന്ന് രണ്ടും അത് ഇങ്ങനെ ഡിവൈഡ് ആവും അല്ലേ. അപ്പം ഒന്നിനെ ഹിന്ദു മതത്തെ ഫോളോ ചെയ്യുന്നവർ ആ ഒരു വേയിലേക്കും ക്രിസ്ത്യൻ മതത്തെ ഫോളോ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്കും അവരങ്ങനെ മാറുമല്ലേ ആ ഒരു സൊസൈറ്റി. അപ്പോൾ ആക്ച്വലി ഇത് തന്നെയാണ് മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം. അതുകൊണ്ട് തന്നെ അതുവരെ ഒരു ഗോത്രമായിട്ട് കഴിഞ്ഞിരുന്നവർ പിന്നീട് എന്താണ് ആ ഒരു കൂട്ടായ്മ ഇല്ലാതെയായി മതത്തിൻ്റെ പേരിൽ എന്താണ് വിഭജിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഇവിടെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ട് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു, മതപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ കൂടാതെ എന്താണ് ഇതിൽ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഇവർ നേരിടുന്ന പറഞ്ഞു. ആൻഡ് ഭൂമിശാസ്ത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഇവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റൂറൽ സൊസൈറ്റീനെ കുറിച്ചിട്ടാണ്. അതിന് മുൻപേ നമുക്ക് കുറച്ച് മേജർ ട്രൈബ്സ് വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഈസ്റ്റ്, സിക്കിം, ഹിമാലയ റീജിയനിൽ നാഗ, മീസോ തുടങ്ങിയിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരെ കാണാം നമുക്ക്. ഇപ്പോൾ വെസ്റ്റേൺ അല്ലെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആണെങ്കിൽ സെഹറിയ, ബില്ല്, ദങ്ങിന തുടങ്ങിയിട്ടുള്ള ട്രൈബ്സ് ഉണ്ട്, ഗോത്രവർഗ്ഗക്കാരുണ്ട്. ഇനിയിപ്പോൾ മധ്യഭാഗത്ത്, ഇന്ത്യയുടെ മധ്യഭാഗത്ത് കാണുന്നത് മുണ്ട, സന്താളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സന്താൾ കലാപം, അതായത് സന്താൾ റെബലിയൻ എന്നൊക്കെ പറയും. അതൊരു മേജർ റെബലിയൻ ആയിരുന്നു. എന്തിനു വേണ്ട ബ്രിട്ടീഷിൻ്റെ എതിരെയായിട്ട് ഈ ഒരു ഗോത്രവർഗ്ഗക്കാർ നടത്തിയിട്ടുണ്ടായിരുന്ന കലാപമായിരുന്നു. അപ്പം ഇവരെന്താണ് മധ്യഭാഗത്താണ്, ഇന്ത്യയുടെ മധ്യഭാഗങ്ങളിലാണ് ഈ ഇത്തരത്തിലുള്ള ഗോത്രവർഗ്ഗക്കാരെ കാണാൻ പറ്റുന്നത്. പിന്നെ സൗത്ത് സൈഡാണെങ്കിൽ ഇരുള, തോട, പാലിയാൻ തുടങ്ങിയിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഗ്രാമ സമൂഹത്തെക്കുറിച്ച്, റൂറൽ സൊസൈറ്റീനെ കുറിച്ച് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വരുന്ന സമൂഹം അതാണ്. കൃഷിയിടങ്ങളോ ചെറിയ കുടിലുകളോ ഗ്രാമങ്ങളിലോ താമസിക്കുകയും അവ തങ്ങളുടെ പൊതുവായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുകയും ചെയ്യുന്നവരെ ഗ്രാമ സമൂഹക്കാർ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് റൂറൽ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗോത്രവർഗ്ഗക്കാരെ പോലെയല്ല, കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ഗ്രാമ സമൂഹം വരുന്നത്. അത് കൂടുതലായിട്ട് ഒരു മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കൃഷിയെ സംബന്ധിച്ചിട്ട് കൃഷി കേന്ദ്രമായിട്ടാണ് കേട്ടോ. അത് അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളെ കേന്ദ്രമാക്കുന്നവരാണ് ഈ ഒരു ഗ്രാമ സമൂഹക്കാർ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ വരാം, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ സൊസൈറ്റി എന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം അല്ലെങ്കിൽ ഡോമിനേഷൻ ഓഫ് പ്രൈമറി റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റൂറൽ സൊസൈറ്റി അല്ലെങ്കിൽ ഗ്രാമ സമൂഹം കൂടുതലായിട്ടും വ്യക്തിബന്ധങ്ങൾക്ക് അധികമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ ആത്മബന്ധമുള്ളവരാണ് ഇവർ. ഓക്കെ, അപ്പം ഈ ഇത്തരത്തിൽ ആത്മബന്ധമുള്ളവരെ നമ്മൾ പ്രാഥമിക ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രാഥമിക ബന്ധങ്ങളുടെ രീതിയിലാണ് കണക്കാക്കുന്നത്, വിളിക്കുന്നത്. അപ്പം ഇവർ എന്താണ്, ഈ ഒരു റൂറൽ സൊസൈറ്റിയും ഇതേപോലെയാണ്. കുടുംബം, കൂട്ടക്കാർ, അയൽവാസികൾ എന്നിവരുമായിട്ട് എന്താണ് നല്ലൊരു ആത്മബന്ധം ഇവർ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്.
കൂടുതലായിട്ടും ഈ ഒരു സൊസൈറ്റീൻ്റെ ഉള്ളിൽ സ്നേഹവും പരസ്പര ആശ്രയവും കൂടുതൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഡോമിനേഷൻ ഓഫ് പ്രൈമറി റിലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാഥമിക ബന്ധങ്ങളുടെ ആധിപത്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്നത് ഏകജാതീയത അല്ലെങ്കിൽ സോഷ്യൽ ഹോമോജിനിറ്റിയാണ്. എന്താണ് സോഷ്യൽ ഹോമോജിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം ഈ ഒരു ഗ്രാമസമൂഹങ്ങൾ കൂടുതലും ഒരു മതത്തെയും ജനതയെയും ഭാഷയെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരേ ജീവിതശൈലി, ആചാരങ്ങളും ആവശ്യങ്ങൾ എന്നിവ ഇങ്ങനെ പങ്കുവെക്കുന്നത് മൂലം സാമൂഹിക ഏകത്വം കാണാം. അപ്പം ഇത് അതുകൊണ്ട് തന്നെ കൂട്ടായ്മയും ഈ പങ്കുവെച്ച ചിന്താഗതിയും ഇവരെ എന്താണ് ശക്തരാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകജാതീയത അല്ലെങ്കിൽ സോഷ്യൽ ഹോമോജിനിറ്റിയിൽ വരുന്നത്. ഇനി വരുന്നത് സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻസി എന്ന് നമുക്കതിനെ പറയാം. എന്താണ് സെൽഫ് സഫിഷ്യൻസി? അപ്പം ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ പലപ്പോഴും സ്വന്തമായിട്ടുള്ള അവശ്യ വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടത്, ഇവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യം ഇവർക്കില്ല, അത് ആശ്രയം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് നമുക്ക് പറയാൻ സെൽഫ് സഫിഷ്യൻ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ സ്വയം പര്യാപ്തരാണ്. എങ്ങനെയാണ് ഇവർ സ്വയം പര്യാപ്തരാകുന്നത്? അവർക്ക് വേണ്ടിയിട്ടുള്ള അവശ്യ വസ്തുക്കൾ നിർമ്മിച്ചിട്ട്. എന്തൊക്കെയാണ്? കൃഷിയിലൂടെയും പാലുൽപാദനം, കൈത്തൊഴിലുകളൊക്കെ ഉണ്ടാവില്ലേ, ഇത്തരത്തിലുള്ള ഓരോ ഇതും മുഖേന ഇവർ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്വയം പര്യാപ്ത അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത് ഇത്തരം ഗ്രാമസമൂഹങ്ങളെ. ഇനി ഇവരുടെ ഓക്യുപ്പേഷൻസ്, തൊഴിലുകൾ എന്താണെന്ന് നോക്കാം. കൂടുതലും ഗ്രാമസമൂഹങ്ങളിൽ പ്രധാനമായിട്ടുള്ള തൊഴിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കേട്ടോ. കൃഷിയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ കാലി വളർത്തൽ, മത്സ്യബന്ധനം, തേനീച്ച വളർത്തൽ, പിന്നെ വിവിധ തരത്തിലുള്ള കൈത്തൊഴിലുകൾ ഉണ്ടാവല്ലോ. അപ്പം ഇതൊക്കെയാണ് പ്രധാന തൊഴിൽ മാർഗങ്ങളായിട്ട് വരുന്നത്. ഇവിടെ എന്താണ് വ്യവസായം അല്ലെങ്കിൽ IT ജോബൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊന്നും കാണുന്നില്ല കേട്ടോ. ഇതൊക്കെ IT വ്യവസായമൊക്കെ ഇത് കാണുന്നത് അർബൻ സൊസൈറ്റിയിലാണ്, നഗരങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഇവിടെ ഏതാണ് മെയിനായിട്ട് ഓക്യുപ്പേഷൻസ് വരുന്നത്? കൃഷിയാണ് പ്രധാന തൊഴിൽ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് വരുന്നത് കുടുംബത്തിൻ്റെ പ്രാധാന്യമാണ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി. എന്താണ് കുടുംബത്തിൻ്റെ പ്രാധാന്യം ഈ ഒരു ഗ്രാമ സമൂഹങ്ങളിൽ വരുന്നത്? കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക ഘടകമായിട്ടാണ് ഈ ഒരു സമൂഹത്തിൽ പ്രതിപാദിക്കുന്നത്. വ്യക്തികളുടെ ആവശ്യങ്ങളും സംരക്ഷണവും കുടുംബത്തിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം കുടുംബ തലമുറകളുടെ സഹവാസം, മുതിർന്നവരുടെ അഭിപ്രായത്തിന് ആദരവ് തുടങ്ങിയവ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാമസമൂഹത്തിൽ ശക്തമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ ദ റോൾ ഓഫ് നൈബേഴ്സ് അല്ലെങ്കിൽ അയൽപ്പക്കങ്ങളുടെ പങ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മബന്ധം കൂടുതലായിട്ട് കാണിക്കുന്ന സൊസൈറ്റിയാണ്, സമൂഹമാണ് ഗ്രാമീണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താണ് ഇവിടെ അയൽപ്പക്കങ്ങളുടെ റോള് വെച്ച് നോക്കുന്നതാണെങ്കിലും ഇവരും അഗാധമായിട്ടുള്ള ബന്ധം വരുന്നുണ്ട്. ഇപ്പം ഒരാൾക്ക് ഇപ്പം ഒരു ദുഃഖ സമയം അല്ലെങ്കിൽ സന്തോഷമാണെങ്കിൽ കൂടെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് അത് ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ പരസ്പരം അവർ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ ഈ ഒരു ഗ്രാമീണർക്കിടയിൽ കൂടുതലാണ്. എല്ലാവരും എല്ലാവരെയും അറിയുന്ന ബന്ധത്തിൽ അല്ലേ ഒരു സമുദായം രൂപീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു അയൽപ്പക്കങ്ങളുടെ റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനമായിട്ട് ഇതിൽ വരുന്നത്, അവസാനമല്ല വേറൊരു പോയിന്റ് വരുന്നത് ജാഷ്മണി സിസ്റ്റം അല്ലെങ്കിൽ യജമാന സമ്പ്രദായമാണ് വരുന്നത്. അപ്പം ഇത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ പഴയ കാലത്ത് നടപ്പിലായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു ജാഷ്മണി സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ആഗോള തൊഴിൽ മാറ്റി സംബന്ധമായിട്ടുള്ള സമ്പ്രദായമാണ് ഇത് വരുന്നത്. അപ്പം കുറച്ച് കുടുംബങ്ങൾ എന്താണ്, അവരെ നമ്മൾ ജാഷ്മാനുകൾ അല്ലെങ്കിൽ യജമാനൻ എന്ന് പറയും. ഇവർ മറ്റ് തൊഴിൽ വിഭാഗങ്ങളിൽ നിന്ന് സേവനങ്ങൾ വാങ്ങി അവരുടെ വസ്തുക്കൾ നൽകുന്നുണ്ട്. എക്സാമ്പിൾ പറയാം, എന്നാലേ ഈ ഒരു ജാഷ്മണി സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു കൃഷിക്കാരൻ, ഒരു ഭൂ ഉടമ എന്താണ് ആ ഒരു സ്ഥലത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ആവശ്യമായിട്ട് വരും അല്ലേ. അത് പല കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ ഈ ആ ഒരു കൃഷിയുടമയായിരിക്കും എന്താണ് യജമാനൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ പണിയെടുക്കാൻ വരുന്നവരുണ്ടല്ലോ അവരെ കമ്മീൻ എന്നാണ് പറയുന്നത്, സെർവൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇവർ എന്താണ് ആ ഒരു യജമാനിക്ക് സേവനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു യജമാനാണ് സേവനം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രതിഫലമായിട്ട് എന്താണ് കൊടുക്കുന്നത് യജമാനന്? അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ ഒന്നെങ്കിൽ അത് പണത്തിൻ്റെ രൂപത്തിൽ കൊടുക്കും, അല്ലെങ്കിൽ വേറെ വല്ല ഫുഡ് ഐറ്റംസ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രോസറീസ് എന്തെങ്കിലും ആയിട്ടും ഒരു പ്രതിഫലം കൊടുക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് യജമാന സമ്പ്രദായം അല്ലെങ്കിൽ ജാഷ്മണി സിസ്റ്റം എന്ന് പറയുന്നത്.
ഇനി അവസാന പോയിന്റാണ് വരുന്നത് മതപ്രതിപത്തി അല്ലെങ്കിൽ റിലീജിയോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വൺ ഓഫ് ദ മേജർ പോയിന്റ് തന്നെയാണ് ഇതിൽ വരുന്നത് റിലീജിയോസിറ്റി. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമ്മുടെ ഗ്രാമ സമൂഹങ്ങളിൽ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് കേട്ടോ. വിവാഹം, ജനനം, മരണം മുതലായ ചടങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇവിടെയൊക്കെ നമ്മൾ ചിന്തകൾ അതീവ പ്രധാനമാണ്. മതപരമായിട്ടുള്ള ഉത്സവങ്ങൾ, പൂജകൾ, നിത്യാനുഷ്ഠാനങ്ങൾ ഗ്രാമീണ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പം ഓരോരുത്തരും മതപരമായിട്ട് ഗ്രാമത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ എന്ത് വിശേഷ അവസരമുണ്ടെങ്കിൽ കൂടെ അവരെന്താണ് അത് മതപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചതാണെങ്കിൽ ഹിന്ദു സമൂഹത്തിലാണെങ്കിൽ അവരെന്തായിട്ട് ആ ഒരു കുട്ടിക്ക് ചോറൂണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ മുസ്ലിം സമുദായത്തിലാണെങ്കിൽ അവരുടെ എന്താണോ ഫോളോ അപ്പ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ, അതേപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു കുട്ടി ബോൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണോ ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ മതത്തിൻ്റെ അണ്ടറിലാണല്ലോ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പറയാനുള്ളത്. അപ്പം നമുക്കിവിടെ കുറച്ചധികം പോയിന്റ്സ് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇതിൽ നിങ്ങൾക്ക് മേജറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് മെയിൻ ഫീച്ചേഴ്സിനെ കുറിച്ച്, ഗ്രാമ സമൂഹങ്ങളിലെ മെയിൻ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ പറയും. അല്ലെങ്കിൽ ഈ ഒരു ഗ്രാമീണർക്കിടയിലുള്ള കീ ഓക്യുപ്പേഷൻ, വാട്ട് ആർ ദ കീ ഓക്യുപ്പേഷൻസ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിലുള്ള കീ ഓക്യുപ്പേഷൻസ് എന്താണ്? അതായത് ഇവിടെ നോക്കൂ, തൊഴിലുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു തൊഴിലിനെ കുറിച്ച് മാത്രം ആൻസർ ചെയ്യാം. എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിലായിട്ട് വരുന്നത് റൂറൽ സൊസൈറ്റിയുടെ. ഇനി നെക്സ്റ്റ് ചിലപ്പോൾ അവർ ചോദിക്കാം, ഹൗ ഈസ് ഫാമിലി ലൈഫ് ഓർഗനൈസ്ഡ് ഇൻ റൂറൽ ഏരിയാസ്. എങ്ങനെയാണ് റൂറൽ ഏരിയാസിൽ ഫാമിലി ലൈഫ് അല്ലേ, കുടുംബത്തിൻ്റെ ആ ഒരു കുടുംബജീവിതം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ എഴുതി കൊടുത്തിരിക്കുന്ന പോയിന്റ് എഴുതി കൊടുത്താലും മതി. കൂടുതലായിട്ട് പ്രധാനം കൊടുക്കുന്നുണ്ട് അല്ലേ ഫാമിലിക്ക് ഈ ഒരു ഗ്രാമീണർ. അപ്പോൾ ആ കാര്യങ്ങൾ എഴുതി കൊടുക്കാം. ഇനി ഇതിൻ്റെ കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഗ്രാമീണരെ, അതിനെ ജാഷ്മണി സിസ്റ്റത്തിനെ ഒന്ന് വിവരിക്കുക. കാസ്റ്റ് ബേസ്ഡിൽ സേവനങ്ങൾ സ്വീകരിക്കുന്നവരെ യജമാനകളെന്നും അത് സേവനങ്ങൾ കൊടുക്കുന്നവരെ കമ്മ്യൂണികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, അതിനെക്കുറിച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുക. ഇത്തരത്തിലാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി അവസാന സമൂഹത്തെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അർബൻ സൊസൈറ്റി അല്ലെങ്കിൽ നഗര സമൂഹമാണ്. താരതമ്യേന വിസ്തൃതി കൂടുതലുള്ളതും കൂടുതൽ ജനസാന്ദ്രതയുള്ളതും സാമൂഹ്യമായി വൈവിധ്യമുള്ളതും വ്യക്തികൾ സ്ഥിരമായി താമസിക്കുന്നതുമായ പ്രദേശമാണ് നഗരം. അപ്പോൾ എന്താണ് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന പ്രദേശങ്ങളാണ് നഗരം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവിടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്? കാരണം അതൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് അല്ലെ, കുറച്ചധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇവർ അത്തരത്തിൽ ഇങ്ങനെ ജനസാന്ദ്രത കൂടുതൽ ഇവിടെ വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ സൊസൈറ്റിയാണ്. അതായത് നഗരവാസികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിലൊന്ന് വരുന്നത് സോഷ്യൽ ഹെട്രോജീനിറ്റിയാണ്, സാമൂഹ്യ വൈജാത്യങ്ങൾ. അതായത് നമുക്കറിയാം കോംപ്ലക്സ് ആയിരിക്കും കേട്ടോ. ഒരു നഗര സമൂഹം എന്ന് പറയുന്നത് വിഭിന്ന ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. നഗര ജീവിതം സങ്കീർണമാണെന്ന് വെച്ചാൽ അത്ര കോംപ്ലക്സിറ്റി ഉള്ളതായിരിക്കും. അപ്പം ഇവിടെ ജനങ്ങളുടെ ജീവിത രീതിയിൽ വമ്പിച്ച അന്തരങ്ങൾ കാണപ്പെടും. അപ്പോൾ ഒരു ഗ്രാമീണരെയും നഗരത്തിൽ വസിക്കുന്നവരെയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെ കൂടുതലും കോംപ്ലക്സ് ആയിരിക്കും നഗരജീവിതം. കുറച്ച് ഹറിയായിരിക്കും, എല്ലാ കാര്യങ്ങൾക്കും അവർ പെട്ടെന്ന് ചെയ്യുക, അങ്ങനത്തെ പരസ്പര സ്നേഹ കാര്യങ്ങളൊക്കെ ഇല്ല. അവൻ്റെ ജീവിതം നോക്കി പോവുക, അത്തരത്തിലുള്ള രീതിയാണ് ഇവർക്ക് വരുന്നത്. ഇനി അപരിചിതത്വം, അനോണിമിറ്റി എന്ന് പറയുന്നു. ഒരു ചെറിയ പ്രദേശത്ത് ജനസാന്ദ്രത വളരെ കൂടുതലാകുമ്പോൾ അവർക്കിടയിൽ അപരിചിതത്വം വളരുന്നു. അപ്പോൾ എന്താണ്, ഇവർ പരസ്പരം ഒന്നും അന്വേഷിക്കാൻ പോകാറില്ല, അവരവരുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ അനോണിമിറ്റി അല്ലെങ്കിൽ അപരിചിതത്വമാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. തൊഴിൽ വിഭജനവും വൈദഗ്ധ്യവൽക്കരണവും, ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ ആണ്. നഗര സമൂഹത്തിൽ തൊഴിൽ വിഭജനവും വൈദഗ്ധ്യവൽക്കരണവും കാണപ്പെടുന്നു. അപ്പോൾ നഗര സമൂഹത്തിൽ കൂടുതലായിട്ട് തൊഴിൽ വിഭജനം ഉണ്ട് അല്ലേ. ഇയാൾ ആ ഒരു ജോലിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മൾ ആ ഒരു
വൈദഗ്ധ്യമുള്ള, നമുക്ക് കൂടുതൽ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തൊഴിലിടങ്ങൾ തേടിയിട്ടായിരിക്കും ഈ ഒരു നഗരങ്ങളിലുള്ള ജനങ്ങൾ പോകാറ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താണ്, ഒരു ലേബർ ഡിവിഷൻ വരുന്നുണ്ട്, ഒരു തൊഴിൽ വിഭജനം നടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഈ ഒരു നഗര സമൂഹത്തിൽ വരുന്നത്. ഇനി വരുന്നത് വ്യക്തിപരമല്ലാത്ത സാമൂഹ്യ ബന്ധങ്ങളാണ്, ഇംപേഴ്സണൽ സോഷ്യൽ റിലേഷൻ. നഗര സമൂഹത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ കാണുന്ന എടുത്തു പറയേണ്ട സവിശേഷത വ്യക്തിബന്ധങ്ങളുടെ അഭാവമാണ്. എന്താണ്, നേരത്തെ ഗ്രാമസമൂഹത്തെ വെച്ച് പറയുന്നതാണെങ്കിൽ ആത്മബന്ധം കൂടുതലുള്ള സമൂഹമാണ് ഗ്രാമീണർ എന്ന് പറയുന്നത്. നഗരത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ എന്താണ്, വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ മൂല്യങ്ങളൊന്നും കൽപ്പിക്കുന്നില്ല. അപ്പം ഇവരുടെ സവിശേഷത ഇത് തന്നെയാണ്, ഇംപേഴ്സണൽ സോഷ്യൽ റിലേഷൻ ആണ്. ഇവർക്ക് വ്യക്തിബന്ധങ്ങളുടെ അഭാവം നേരിടുന്നുണ്ട് ഇവർ. ഇനി പിന്നീടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മൊബിലിറ്റി, സാമൂഹ്യമായിട്ടുള്ള ചലനാത്മകതയാണ്. നഗര സമൂഹം തീക്ഷ്ണമായ അതിൻ്റെ ചലനാത്മകതയിൽ ശ്രദ്ധേയമാണ്. നഗര സമൂഹത്തിൽ വ്യക്തിയുടെ പദവി നിശ്ചയിക്കുന്നത് ജന്മത്തേക്കാൾ കൂടുതലായും നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് സോഷ്യൽ മൊബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നഗരത്തിലുള്ള ജനങ്ങൾ കൂടുതലായിട്ടും അവർ എവിടെയാണ് ജനിച്ചതെന്ന് നോക്കുന്നില്ല. ജനിച്ചതിന് ശേഷം അതിപ്പോൾ ഏത് പദവിയിലാണ് എത്തിയിരിക്കുന്നത് അതൊക്കെയാണ് ഇവർ മോർ കോൺസെൻട്രേറ്റഡ് ചെയ്തിരിക്കുന്നത്. അതായത് അവരുടെ നേട്ടങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ആ ഒരു വ്യക്തി ജീവിതത്തെ അവർ അനലൈസ് ചെയ്യുന്നത്. അപ്പം ഇവരെന്താണ്, ചലനാത്മകത ഉള്ളവരാണ്. അവരുടെ ചലനാത്മകതയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് ഈ ഒരു അർബൻ സൊസൈറ്റീസ് വരുന്നത്. ഓക്കെ, ഇനി സ്ഥലപരമായിട്ടുള്ള വേർതിരിവ്, സ്പേഷ്യൽ സെഗ്രിഗേഷൻ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജനസാന്ദ്രത കൂടുതലായിരിക്കും ഈ ഒരു സൊസൈറ്റിയിൽ. അപ്പം ഈ ഒരു ഗ്രാമങ്ങളെ നിന്ന് അപേക്ഷിച്ച് നോക്കുന്നതാണെങ്കിൽ എന്താണ്, കൂടുതലായിട്ടും ഈ ഒരു നഗരങ്ങളിലേക്ക് ചേക്കേറാൻ വേണ്ടിയിട്ട് കൂടുതൽ പേര് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇന്നോവേറ്റീവ് ആണ് അല്ലേ, കുറച്ചധികം കാര്യങ്ങൾ. ഇപ്പം ഗ്രാമങ്ങളെ അപേക്ഷിച്ച് നോക്കുന്നതാണെങ്കിൽ ഇവിടെ എന്താണ്, നമുക്കിപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഒരു കാര്യം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഗ്രാമത്തിലാണെങ്കിൽ അത് എപ്പോഴെങ്കിലും കുറച്ചധികം ദൂരെ നടന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം പെട്ടെന്ന് കിട്ടേണ്ട ഒരു കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് എന്താവട്ടെ. അപ്പോൾ അതിനെ നമ്മൾ പട്ടിക്കാട് കാര്യങ്ങളൊക്കെ പറയൂലേ, എന്തുകൊണ്ടാണ് അത് മീൻ ചെയ്യുന്നത്? അതായത് ഗ്രാമ സമൂഹങ്ങളിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷേ നഗരത്തിൻ്റെ കേസിൽ നോക്കുന്നതാണെങ്കിൽ എല്ലാം ഡെവലപ്ഡ് ആണ്. അവർക്കിപ്പോൾ ഒരു ഫുഡ് ഐറ്റംസ് പെട്ടെന്ന് ഒരാൾ അതിഥി വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വാങ്ങിക്കാം അല്ലേ. ഇനിയിപ്പം ഇൻ്റർനെറ്റിൻ്റെ കാര്യമാണെങ്കിൽ അതെല്ലാം എടുക്കുന്നതാണെങ്കിൽ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഈ ഒരു നഗരത്തിൽ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും താരതമ്യേന നമ്മുടെ ഈ ഒരു ഗ്രാമ സമൂഹങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അത് അത്തരത്തിൽ വരാൻ ചാൻസ് ഇല്ല അല്ലേ. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇങ്ങനെ നഗരങ്ങളിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് സ്പേഷ്യൽ സെഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി സന്നദ്ധ സംഘടനകളുടെ ആധിക്യം അല്ലെങ്കിൽ അബണ്ടൻസ് ഓഫ് വോളണ്ടറി അസോസിയേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം നഗര സമൂഹങ്ങളിൽ ജീവിക്കുന്നവർക്ക് പലതരത്തിലുള്ള അസോസിയേഷൻസ് ഉണ്ട് കേട്ടോ. ഇവരുടെ പ്രധാന സവിശേഷതകളും ഇത്തരത്തിലുള്ള സംഘടനകളുടെ ആധിക്യം തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അർബൻ, റൂറൽ ഓർ നമ്മുടെ ട്രൈബൽ, അതിൻ്റെ ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളോട് എന്തായാലും ചോദിച്ചിരിക്കുന്നതായിരിക്കും. പിന്നെ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ സൊസൈറ്റി ആൻഡ് അർബൻ സൊസൈറ്റി. ഗ്രാമവും നഗരവും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഗ്രാമത്തിൽ എങ്ങനെയാണ്, ജനസാന്ദ്രത വളരെ കുറവായിരിക്കും അല്ലേ കമ്പയറിംഗ് ടു നഗരം അല്ലേ, അവിടെ കൂടുതലായിരിക്കും ജനസാന്ദ്രത. ഇനി പ്രകൃതിയുമായിട്ട് കൂടുതൽ ബന്ധത്തിൽ ആരായിരിക്കും ഇരിക്കുന്നത്, ഗ്രാമത്തിലുള്ളവരായിരിക്കും. നഗരത്തിലുള്ളവർ അത്രയ്ക്ക് ബന്ധമില്ലാത്തവർ തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇനി ഗ്രാമത്തിലെ തൊഴിൽ കീ ഒക്യുപ്പേഷൻ നോക്കുന്നതാണെങ്കിൽ കൃഷി ആയിരിക്കും. മറ്റേത് നഗര സമൂഹങ്ങളിൽ വരുമ്പോഴേക്ക് കാർഷികേതര ജോലികൾ അല്ലേ, IT പ്രൊഫഷൻസോ അല്ലെങ്കിൽ വ്യവസായമൊക്കെ ആയിട്ടായിരിക്കും നഗരങ്ങളിലുള്ളവർ വസിക്കുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. അയൽപ്പക്കങ്ങൾക്ക്, നൈബേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ഗ്രാമത്തിലുള്ളവർ. എന്ന് കഴിഞ്ഞാൽ നഗരത്തിലേക്ക് ചെല്ലുന്നതാണെങ്കിൽ അവിടെ അയൽപ്പക്കങ്ങൾക്ക് പ്രാധാന്യം കുറവാണ്. അവരവരുടെ തന്നെ ഫാമിലീനെ നോക്കിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യത്തിലേക്ക് ഇടപെടാനേ ഈ ഒരു നഗരത്തിലുള്ളവർ ശ്രദ്ധിക്കുന്നില്ല. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ചലനാത്മകത തീരെ കുറവെന്നാണ്. നഗരത്തിലേക്ക് വരുമ്പോൾ ചലനാത്മകത കൂടുതലായിട്ടുള്ള ജനങ്ങളാണ്. ഇനി ആറാമത് വരുന്നത് യാഥാസ്ഥിതികമാണ്. ഇനി നഗരത്തിലുള്ളവർ പുരോഗമനാത്മകമാണ്. അതായത് യാഥാസ്ഥിതികർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മബന്ധമാണല്ലോ കൂടുതൽ ഗ്രാമത്തിലുള്ളവർക്ക് ഉള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ യാഥാസ്ഥിതികമായിട്ടായിരിക്കും അവരുടെ തോട്ട് കാര്യങ്ങളൊക്കെ. എന്നിരുന്നാൽ പോലും നഗരത്തിലുള്ളവർ എന്താണ് കുറച്ചും കൂടെ എങ്ങനെ ഡെവലപ്പ് ആവാം അല്ലെങ്കിൽ എങ്ങനെ പുരോഗമന പാതയിലേക്ക് വരാം അത്തരത്തിലുള്ള കാര്യങ്ങൾ തോട്ട് ചെയ്യുന്നവരായിരിക്കും. ഇനി 7ാമത്തെ പോയിന്റ് നോക്കാം. സ്ത്രീകളുടെ സാമൂഹ്യ പദവി വളരെ താഴെയാണ്. അപ്പം ഗ്രാമീണ മേഖലയിൽ എന്താണ് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്താ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളൊന്നും ഉണ്ടാകത്തില്ല. ഇന്നത്തെ സമൂഹത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ നല്ല കുറേ പിള്ളേർ ഗ്രാമത്തിലുള്ളവർ നല്ല രീതിയിലേക്ക് ഉയർന്നു വരുന്നത്. എന്നിരുന്നാൽ പോലും കമ്പയറിങ് ടു അർബൻ ഏരിയാസ് ഇവിടെ എന്താണ് സ്ത്രീകൾക്ക് എന്താണ് ഇപ്പോഴും ആ ഒരു വളരെ താഴെയുള്ള രീതി തന്നെയാണ്. പക്ഷെ നഗരങ്ങളിലേക്ക് വരുന്നതാണെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യ സാമൂഹ്യ പദവി നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫറൻസ് കാര്യങ്ങളാണ് എക്സാമിന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഒന്നെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ സൊസൈറ്റി ആൻഡ് അർബൻ സൊസൈറ്റി എന്ന് ചോദിക്കും. അല്ലെങ്കിൽ വേറെ തരത്തിൽ ക്വസ്റ്റ്യൻ എങ്ങനെ പ്രതീക്ഷിക്കാം, ഹൗ ഡസ് റൂറൽ സൊസൈറ്റി ഡിഫർ ഫ്രം അർബൻ സൊസൈറ്റി. എങ്ങനെയാണ് എന്താണ് റൂറൽ സൊസൈറ്റി അതായത് ഗ്രാമീണ സമൂഹം നഗര സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്ന്. അപ്പോൾ ഇതിന്ന് 2-3 പോയിന്റ്സ് എടുത്തെഴുതുക. 2നെ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ 7 പോയിന്റ്സ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്കിനനുസരിച്ച് മാത്രം നിങ്ങൾ അത്ര പോയിന്റ്സ് എഴുതി കൊടുക്കുക. ഇനി അവസാന ഭാഗങ്ങളിലേക്കാണ് കൊടുക്കുന്നത്. അർബൻ സോഷ്യൽ പ്രോബ്ലംസ്, അതായത് അർബൻ സൊസൈറ്റി നേരിടുന്ന പ്രോബ്ലംസ് എന്താണ്. ഒന്ന് വരുന്നത് ചേരികളാണ്. അപ്പോൾ ഇവിടെ നഗരവൽക്കരണം വ്യവസായവൽക്കരണം വർദ്ധിക്കുന്നുണ്ട് അല്ലേ. നഗരങ്ങളിൽ കൂടുതലും എന്താണ് ഡെവലപ്മെൻറ്റ്സ് ആണ് അല്ലേ. വ്യവസായപരമായിട്ടാണെങ്കിൽ ഇവർ നല്ല രീതിയിൽ പുരോഗമനത്തിലെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ചേരികൾ വർദ്ധിക്കുന്നുണ്ട്. അതാണ് ഒരു മേജർ പ്രോബ്ലം അവർ നേരിടുന്നത്. ഇനി ജനസംഖ്യയുടെ കേന്ദ്രീകരണം. നഗരത്തിൽ എന്താണ് കൂടുതൽ ജനസാന്ദ്രത കൂടുതലാണല്ലേ. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടുതൽ പേര് താമസിക്കേണ്ടി വരുന്നു. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മതി, കുറച്ച് സ്ഥലത്ത് കൂടുതൽ പേര് താമസിക്കുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അതിലൊന്ന് തന്നെ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്, പാർപ്പിട ദൗർലഭ്യം തന്നെയാണ്. അപ്പം പാർപ്പിടം അല്ലെങ്കിൽ വീട് അല്ലേ, ഇത് കിട്ടുന്നത് അത് കുറവായിരിക്കും. അത് എന്താണ് ആ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ നഗരങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ മാറുന്നുണ്ട്. കൂടാതെ എന്താണ് ജലവിതരണം. 24 മണിക്കൂറും തുടർച്ചയായി ശുദ്ധജലം ലഭിക്കുന്ന നഗരങ്ങൾ ഇപ്പം അങ്ങനെയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഇനി പിന്നെ വരുന്നത് ഗതാഗതവും ഗതാഗത കുരുക്കുമാണ്. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ട്രാഫിക്. അതായത് ഈ ഒരു നഗരങ്ങളിലെ ഗതാഗത സംവിധാനം വളരെ ശോചനീയ അവസ്ഥയിലായിട്ടാണ് വരുന്നത്. അപ്പം ഇപ്പം കുറച്ചധികം മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ കൂടെ എന്നാലും ഇപ്പോഴും ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. നഗരത്തിൽ നിന്നുള്ള ബസ്സുകളും തീവണ്ടികളും യാത്രാ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. പിന്നെ ആണെങ്കിൽ സോഷ്യൽ വൈസസ് ആണ്. സാമൂഹ്യ തിന്മകളാണ് വേറൊരു പ്രശ്നമായിട്ട് വരുന്നത്. നഗര സമൂഹത്തിൽ സാമൂഹ്യ തിന്മകൾ വൻതോതിൽ കാണപ്പെടുന്നു. ജനങ്ങൾ ഒരു സ്ഥലത്ത് തിങ്ങി പാർക്കുന്നതാണ് സാമൂഹ്യ തിന്മ വളരാനുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ എന്താണ് സോഷ്യൽ വൈസസ് അല്ലെങ്കിൽ സാമൂഹ്യ തിന്മകൾ ഇവിടെ നഗരത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതായത് കൂടുതൽ തിന്മകൾ കാണപ്പെടുമ്പോൾ ഇപ്പം റോബറി ആണെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലായിട്ട്, അത് ഒന്നാമത് വെൽ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടോ ആവാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ പൈസ ഒക്കെ കൂടുതൽ നഗരത്തിലുള്ള ജനങ്ങളിലായിട്ടില്ല ഉണ്ടാകുന്നത്. അപ്പോൾ തിങ്ങി പാർക്കുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് ഒരു റോബറി നടന്നു കഴിഞ്ഞാൽ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് അവർക്ക് ആ ഒരു മോഷണ ശ്രമം നടത്താനൊക്കെ പറ്റുന്നതായിരിക്കും. കൂടാതെ പലതരത്തിലുള്ള ക്രൈംസും കാര്യങ്ങളും അതും വേറെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്താണ് ഇവർ നേരിടുന്ന പ്രധാനമായിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത് അർബൻ സൊസൈറ്റിയിലേത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ത്യൻ സൊസൈറ്റീനെ കുറിച്ചിട്ട്, ഇന്ത്യൻ സമൂഹത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് വരുന്നത്. അതിൽ ഗോത്രവർഗ്ഗക്കാരെ കുറിച്ച് പറഞ്ഞു, ഗ്രാമീണരെ കുറിച്ച് പറഞ്ഞു, ഇനി നഗരത്തിൽ വസിക്കുന്നവരെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഓരോന്നിനെ കുറിച്ചിട്ട് നമ്മൾ എന്താണ് ഓരോ ഇൻഡിവിജ്വലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് ഓരോ സമൂഹം എന്ന് ഡിഫൈൻ ചെയ്തു, അതിനുശേഷം അവരുടെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ എന്താണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇത്തരത്തിലാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്, കുറച്ച് ലെങ്ത് ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും കൂടെ, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് വരുന്നത്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എനിവേ താങ്ക് യു.